ഈ പണി സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പണി കിട്ടില്ലായിരുന്നു. ഉറപ്പായിട്ടില്ല. അല്ലേ? ഇല്ല. നമുക്കെന്നും പണി എന്നൊരു സിനിമയാണ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചത്. ഉറപ്പായിട്ടും. പക്ഷെ ഇനി ആ ജീവിതം മാറ്റിമറിച്ചതിന്റെ അപ്പുറത്തേക്ക് മാറ്റിമറിക്കുന്നത് സുമതി വളവായിരിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ഒരു ഹോപ്പ് ഒരു ക്യാരക്ടറിനും ഒരു ആക്ടർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമ റിലീസായി തിയേറ്റർ വരുന്നിടം വരെ എനിക്ക് തോന്നുന്നു ഒരു ആക്ടർക്കും അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വാറൻ ദേവി എന്ന് പറഞ്ഞ ക്യാരക്ടറുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതോളം ചെയ്തിരിക്കുന്നത്. അബി പറഞ്ഞ പോലെ ഒരു SI, ഒരു ശകലം കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ, ഒരു പക്ഷത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ് സുമതിയുള്ള ബെഞ്ചമിൻ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പണി എന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമയാണ് സുമതി വളവ്. അപ്പോൾ അതിനകത്ത് ഉണ്ടായ എൻ്റെ ബ്ലെസ്സിങ്സാണ് ഈ കാണുന്നതൊക്കെ. കാരണം ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ലൈവായിട്ട് ഞാൻ ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയി ഓരോ ഷൂട്ടിലൊക്കെ പോയി കണ്ട് എല്ലാവരുമായിട്ടൊന്ന് സിങ്കായി. പിന്നെ ത്രൂ ഔട്ട് ഭയങ്കര ഞങ്ങൾ നല്ല ജോളിയായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ത്രൂ ഔട്ട് നൈറ്റ്സും കാടും ആനയും പുലിയും. കരിമ്പുലിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഷൂട്ടിനിടയ്ക്ക്. എന്റെ അച്ചു നീ ഞെട്ടുന്ന ഞെട്ടല് കരിമ്പുലി പറഞ്ഞു കൊടുക്കുക, പറഞ്ഞത് കിട്ടിയില്ല. ട്രാൻസ്ലേറ്റർ ജപാലിപ്പുളി സമയം നോക്കി വെച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ അച്ചു ഇങ്ങനെ വെച്ചാൽ മതി. അതെ, അങ്ങനെ ഒരു കരിമ്പുലിയെ കാണാൻ ഒരു കൊടുങ്കാടിനകത്തൊക്കെ കിട്ടി. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതിന്റെ വീഡിയോ വരെ ഉണ്ട് നമ്മുടെ കയ്യില്. അപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ അച്ചു ആണേലും ബാലു, സിദ്ധുബായി, ഗോകുൽ സുരേഷ്, ഒരു നീണ്ട ശ്രാവണിനകത്ത് വന്നത് മെയിൻ ക്യാരക്ടർ ചെയ്താണ്. പിന്നെ ഒരുപാട് ഹീറോയിൻസ്, ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ. പിന്നെ അതിനേക്കാൾ ഉപരി ഈ പുള്ളി ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുന്നതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് അഭിലാഷ് എന്ന് എഴുതി പോയൊരു സ്ക്രിപ്റ്റ് ഇതായിരിക്കും. കഥാപാത്രത്തിന് അവിടെ അഭിലാഷ് എഴുതിയിട്ട് പോയി. എന്താ സീനിൽ നിന്ന് എഴുതിയില്ല, അവിടെ അഭിലാഷ്. അങ്ങനെ പുള്ളിയും അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടായിരുന്നു. ബാക്കി അഭിലാഷ് എങ്ങനെ അഭിനയിച്ചെന്ന് വിഷ്ണു പറയും, ഓഡിയൻസും പറയും ഒന്നാം തീയതി. എനിവേ നല്ല എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴും ഞാനത് എൻജോയ് ചെയ്യുന്നു. ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഈ പ്രൊമോഷൻസ് ആണെങ്കിൽ പോലും ഭയങ്കര രസകരമായ മൊമെന്റ്സ് ആണ് നമുക്ക് ലൈഫിൽ കിട്ടുന്നത്. അപ്പം ഇറ്റ്സ് ഓൾവേസ്. പണിയിൽ നിന്നും അടുത്ത സിനിമ ഇതായിരുന്നു. അതെ, ഇപ്പോൾ ഒരു 4-5 സിനിമ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 സിനിമ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ഒന്ന് കഴിഞ്ഞു. ഇനിയിപ്പം നാദശിക്കയുടെ ഒരു പടം ബാലൻസ് ഉണ്ട്, മാജിക് മഷ്റൂം. UK തിരിച്ചു പോകുന്നില്ല. അല്ല, അത് ഞാൻ പോകാൻ വേണ്ടി വന്നു. ആക്ച്വലി എനിക്ക് പോകാൻ സാധിക്കാഞ്ഞിട്ട് ഞാൻ അടുത്ത മാസം UK ഒന്ന് തിരിച്ചു പോകും. ഒരു 10 ദിവസം കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരും. രക്ഷപ്പെട്ടു എല്ലാവരും അതൊക്കെ മനസ്സിലാക്കില്ലേലും പോവില്ല. ബാലു, ഇവിടെ സൗണ്ട് ഇല്ലാത്തോണ്ട് പതുക്കെ ചോദിച്ചു പോയാ. ബാലു തന്നെ ഞാൻ ചോദിക്കുന്ന കാര്യത്തിനൊന്ന് മറുപടി തരാം. എവിടെന്നാ വന്നതാ? ചെവിക്കുഴപ്പില്ല. ഇപ്പൊ ആരാണ് മൊത്തം? ശരിയല്ല, സൗണ്ട് കിട്ടിയില്ല. സ്വന്തമായിട്ട് ഏറിപ്പോവാനുണ്ട്. അവൻ പറഞ്ഞത് പട്ടിമറ്റം. അല്ല, സ്ഥലം പട്ടിമറ്റം. അതാണോ അവൻ പറഞ്ഞത്? പട്ടിമറ്റത്ത് വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ്. വേറൊന്നും വെച്ച് പറയണ പോലെ ഫീൽ ചെയ്യല്ലേ? തെറിയെന്നല്ലേ വിളിച്ചേ? പട്ടിമറ്റ പേരാ എന്തോ കുത്തി പറയുന്നു. ഈ സത്യുടവനാണ് പട്ടിമറ്റം. ഇപ്പൊ ശരി. ഇനി അഥവാ പട്ടീന്ന് വിളിക്കണേലും സ്ഫുടമായിട്ട് വിളിക്കാച്ചു. പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ സൗണ്ട് ശരിക്കും വരും. പിന്നെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.